Hi everyone, welcome to the session of Organic Chemistry. Organic Chemistryയുടെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പാർട്ട് 1 ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ ആൻഡ് ദ സെക്കൻഡ് വൺ അതിന്റെ സ്പെക്ട്രൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് 5 മെമ്പേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 6 മെമ്പേർഡ് ആയിട്ടുള്ള ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിന്റെ അരോമാറ്റിസിറ്റിയും റിയാക്ടിവിറ്റിയും നമുക്കിതിൽ പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതുള്ളത് എന്ന് നോക്കാം. ഇതിൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു 1 ലൈൻ ഡെഫിനിഷൻ. എന്താണ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്? യെസ്, ദേ ആർ സൈക്ലിക് കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ ആറ്റംസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെന്റ് എലമെന്റ്സ്. അതായത് ഒരു ഹെറ്ററോ ആറ്റം അവിടെ ഉണ്ടാവും. അതായത് ഒന്ന് കാർബണേക്കാളിലും അതർ ദാൻ കാർബൺ ഒരു ആറ്റം കൂടി വരും. അതായത് ഹെറ്ററോ ആറ്റം, 2 ആറ്റംസ് അവിടെ ഓക്യുപ്പൈ ചെയ്യും. അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് സൈക്ലിക് റിംഗ്സിൽ കാണുന്ന ഹെറ്ററോ ആറ്റംസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ ഏതൊക്കെയാണ് 3 കോമൺ ഹെറ്ററോ ആറ്റംസ്? ദേ ആർ ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ. ഈ 3 ഹെറ്ററോ ആറ്റംസ് ഓക്യുപ്പൈ ചെയ്ത സൈക്ലിക് റിംഗ്സിനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത്. ഇനി ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിന്റെ ഒരു പെക്യുലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ അവ എന്താണ്? ദേ ആർ ബയോളജിക്കലി ആക്റ്റീവ് എന്നാണ് പറയുന്നത്. ഈ ബയോളജിക്കലി ആക്റ്റീവ് എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു കോമ്പൗണ്ട് അതിൽ എന്താണ് ലിവിങ് ഓർഗാനിസംസുമായിട്ട് ഒരു എഫക്റ്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നു. ഈ ലിവിങ് ഓർഗാനിസംസിൽ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിന് ഒരു they have effect on that living organisms. അതുവഴി എന്താണ് ഒരു ബയോളജിക്കൽ റെസ്പോൺസ് അവർ ഡെവലപ്പ് ചെയ്യും, ഒരു ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിനെ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ദേ എക്സിബിറ്റ് ലാർജ് വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സ്. ഒരുപാട് വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സ് ഈ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് നോമൻക്ലേച്ചർ ആണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ 4 ഡിഫറെന്റ് സിസ്റ്റംസ് ആണ് ഇതിൽ പഠിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രിവിയൽ അല്ലെങ്കിൽ കോമൺ നെയിംസ്. എന്താണ് കോമൺ നെയിംസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഈ സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് ഒരു നോൺ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഇതിനൊരു സിസ്റ്റമാറ്റിക് റൂൾ ഇല്ല. എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് എന്നുള്ളത് സിസ്റ്റമാറ്റിക് റൂൾ അല്ല. ബട്ട് എങ്ങനെയാണ് ഈ നെയിംസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇത് ഒന്നുകിൽ അവയുടെ സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നാണ് ഈ നെയിംസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടതിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. എന്താണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത്? ഈ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവില്ല. എന്താണ്? സിംഗിൾ ബോണ്ട്സ് ഓക്യുപ്പൈ ചെയ്യുന്ന സൈക്ലിക് റിംഗ്സ് ആണ് എന്താണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഒന്ന് ഓക്സിറ്റൈൻ, അസറ്റിഡിൻ ആൻഡ് തൈറ്റിൻ. ഇതൊക്കെ എന്താണ്? ഒരു 4 മെമ്പേർഡ് ആയിട്ടുള്ള സൈക്ലിക് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ ആണ്. ഒരു നെക്സ്റ്റ് ക്ലാസ് എന്താണ്? 3 മെമ്പേർഡ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ ആണ് അസിഡിൻ, സിലിൻ ഓക്സൈഡ് ആൻഡ് തൈറൈൻ. ഇനി ഒരു അരോമാറ്റിക് കോമ്പൗണ്ട്സ്, അതായത് 5 മെമ്പേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 6 മെമ്പേർഡ് ആയിട്ടുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പിറോൾ, പൈറസോൾ. ദേ ആർ ബോത്ത് 5 മെമ്പേർഡ്. ആൻഡ് പൈറാൻ ആൻഡ് പിരിഡിൻ. ഇത് ഏതാണ്? 6 മെമ്പേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. ഇനി വേറൊരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ഏതാണ്? ഫ്യൂസ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. നമുക്ക് ഈ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാകും. 2 റിംഗ്സ്, അതായത് 2 സൈക്ലിക് റിംഗ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഫസ്റ്റ് കോമ്പൗണ്ട് എന്താണ്? ഇൻഡോൾ. ഇതില് ബെൻസീൻ റിംഗും ഒരു 5 മെമ്പേർഡ് ആയിട്ടുള്ള സൈക്ലിക് റിംഗും ഫ്യൂസ് ചെയ്ത് ഇൻഡോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് ഏതാണ്? ബെൻസോക്യൂറാൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ക്വിനോലിൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് ഐസോക്വിനോലിൻ. ഇവയൊക്കെ തന്നെ എന്താണ്? ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് കോമ്പൗണ്ട് നമുക്ക് നോൺ സിസ്റ്റമാറ്റിക് അപ്രോച്ച് അല്ല എന്ന് പറഞ്ഞു ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നു. ഇനി സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന
ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നമുക്കൊരു സിസ്റ്റമാറ്റിക് നോമൻക്ലേച്ചർ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ പ്രിഫിക്സസ് യൂസ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിഫിക്സസ് ഒരു ഹെട്രോ ആറ്റം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു തരത്തിലുള്ള ഹെട്രോ ആറ്റംസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഓക്സിജൻ. ഒരു ഓക്സിജൻ ആയിട്ടുള്ള ഹെട്രോമാറ്റം ആണെങ്കിൽ അതിന്റെ പ്രിഫിക്സ് എന്താണ്? ഓക്സ. ഇനി സൾഫർ ആണെങ്കിൽ അതിന്റെ പ്രിഫിക്സ് എന്താണ്? ടയ. സെലീനിയം ആണെങ്കിൽ സെലന. നൈട്രജൻ ആണെങ്കിൽ അസ. ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫ. ഇൻ കേസ് സിലിക്കൺ ആണെങ്കിൽ അത് സില. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇഫ് ഇറ്റ് ഈസ് ബോറോൺ ദ പ്രിഫിക്സ് വിൽ ബി ബോറ. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾ വെച്ച് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്തിലീൻ ഓക്സൈഡ്. ഈ കോമ്പൗണ്ടിൽ ഈ എത്തിലീൻ ഓക്സൈഡ് എന്ന് പറയുന്ന നെയിം കോമൺ നെയിം ആണ്. ഇതിന്റെ ഒരു സിസ്റ്റമാറ്റിക് നെയിം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിലെ ഹെട്രോ ആറ്റം ഏതാണ്? ഓക്സിജൻ അല്ലെ. ഓക്സിജന്റെ പ്രിഫിക്സ് ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ദിസ് ഈസ് ഓക്സ. ഓക്കെ, ഓക്സയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്സയാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ നെയിം നമുക്ക് എങ്ങനെ നെയിം ചെയ്യാൻ സാധിക്കും? ദ പ്രിഫിക്സ് നെയിം വിൽ add first, that is oxacyclo. This is an example for cyclic compound. oxacyclopropane. ഈ പ്രൊപ്പ് എന്ന് പറയുന്ന നെയിം എങ്ങനെ വന്നു? നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും. ഇതിന്റെ റിംഗ് സൈസ് എന്ന് പറയുന്നത് 3 ആണ്. 3 എന്ന് പറയുന്ന റിംഗ് സൈസ് ആയിട്ടുള്ള കോമ്പൗണ്ട് വരും പ്രൊപ്പ്. സോ ദ നെയിം വിൽ ബി oxacyclopropane. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് ഫ്യൂറാൻ. ഫ്യൂറാൻ എന്ന് പറയുന്ന നെയിം കോമൺ നെയിം ആണ്. ഇനി നമുക്ക് നെയിമിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഒരു സിസ്റ്റമാറ്റിക് നെയിം എങ്ങനെ കൊടുക്കാം? ഇതിന്റെ ഹെട്രോ ആറ്റം എന്ന് പറയുന്നത് oxygen, that is oxa. So the name will be oxacyclopenta. Again, എന്തുകൊണ്ടാണ് പെന്റ എന്ന് പറയുന്ന നെയിം വരുന്നത്? The ring size will be 1, 2, 3 and 4. So the root name will be penta. oxacyclopenta 2, 4. എങ്ങനെയാണ് 2, 4 എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്നത്? സി, ഇതിൽ ഓക്സിജൻ ആറ്റത്തിന് നമ്പർ 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബോത്ത് സൈഡ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇനി ഈ സൈഡിലാണ് കൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ 1, 2, 3, 4. So position 1 ഒരു ഡബിൾ ബോണ്ട്, പൊസിഷൻ 4 ഒരു ഡബിൾ ബോണ്ട്. So the name will be oxacyclopenta 2,4-die. ഡബിൾ ബോണ്ടിനെ സൂചിപ്പിക്കുന്നു ഡൈ, 2 ഡബിൾ ബോണ്ട്സ്, ഡൈ ഇ. ആൽക്കീനിലുള്ള ആൽക്കീൻ ആണ് ഡബിൾ ബോണ്ടിനെ സൂചിപ്പിക്കുന്നത്. സോ ദാറ്റ് ലാസ്റ്റ് വേർഡ് ദാറ്റ് ഇ denoting double bond. So the name will be oxacyclopenta 2,4-die. Okay, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നോമൻക്ലേച്ചർ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്താണ്? ഹാൻസെച്ച്-വിഡ്മാൻ സിസ്റ്റം. ഇതെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് നോമൻക്ലേച്ചർ ആണ്. ഓക്കെ, നമ്മളിതിൽ പ്രിഫിക്സ് ടേബിൾ 1.1 പ്രിഫിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഈ നോമൻക്ലേച്ചർ നമ്മൾ പ്രിഫിക്സും സഫിക്സും യൂസ് ചെയ്തിട്ടാണ് ഒരു കോമ്പൗണ്ടിനെ നെയിം ചെയ്തത്. സോ സഫിക്സിന്റെ ടേബിൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. റിംഗ് സൈസ് 3 മുതൽ 10 വരെയായിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലുള്ള അതിന്റെ സഫിക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. സോ റിംഗ് സൈസ് 3 ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IRANE സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിന്റെ സഫിക്സ് IRANE. ഇനി അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിന്റെ സഫിക്സ് എന്ന് പറയുന്നത് IRENE. സോ 3 to 10 വരെയുള്ള കോമ്പൗണ്ട്സിന് എല്ലാം തന്നെ സഫിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് ദ സഫിക്സ്. ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റിംഗ് സൈസ് 3 ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിന്റെ ഫസ്റ്റ് സഫിക്സ്, അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് IR ആണ്. ഇനി അത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിലോ സെയിം IR തന്നെയാണ് അതിന്റെ സഫിക്സിൽ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് ദ സഫിക്സ് ഡിവോട്ട് റിംഗ് സൈസ്. അതായത് ഫസ്റ്റ് 2 ലെറ്റേഴ്സ് സെയിം ആയിരിക്കും. അതെന്തിനെ സൂചിപ്പിക്കുന്നു? അതിന്റെ റിംഗ് സൈസിനെ സൂചിപ്പിക്കുന്നു. ആൻഡ് ആർ കോമൺ ടു ബോത്ത് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അത് സാച്ചുറേറ്റഡിനും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനും സെയിം ആയിരിക്കും. ഇനി ഇങ്ങനെ ഒരു നോമൻക്ലേച്ചറിൽ എക്സെപ്ഷൻസ് ഉണ്ട്. അവ ഏതൊക്കെയാണ്? ഫസ്റ്റ് എക്സെപ്ഷൻ വരുന്നത് സഫിക്സ് IRINE യൂസ് ചെയ്യുന്നു ഇൻസ്റ്റെഡ് ഓഫ് ദിസ് IRANE ആൻഡ് IRENE. ഈ സഫിക്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അത് നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു 3 മെമ്പേർഡ് അൺസാച്ചുറേറ്റഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ എന്ത് സഫിക്സ് യൂസ് ചെയ്യുന്നു? IRINE യൂസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എക്സെപ്ഷൻ നോക്കുകയാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ആയിട്ടുള്ള സാച്ചുറേറ്റഡ്, നോട്ട് അൺസാച്ചുറേറ്റഡ്, ഇത് സാച്ചുറേറ്റഡ് ആണ്, സാച്ചുറേറ്റഡ് നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ അവിടെ എന്ത് സഫിക്സ് ആണ്? ഇരിഡിൻ, എറ്റിഡിൻ ആൻഡ് ഒറിഡിൻ റെസ്പെക്റ്റീവ്ലി ആർ യൂസിങ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതിൽ ഈ കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ? യെസ്, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സാച്ചുറേറ്റഡ്. ഇവിടെ ഡബിൾ ബോൺസ് ഇല്ല. സോ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ നൈട്രജൻ കണ്ടെയ്നിങ്
ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. അങ്ങനെയെങ്കിൽ നൈട്രജൻ യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് എന്താണ്? അസ. ഇനി ഈ കേസിൽ ഇതിൽ യൂസ് ചെയ്യേണ്ട സഫിക്സ് ഏതാണ്? 3 ആണെങ്കിൽ ഇരിഡിൻ. ഇരിഡിൻ അസ പ്ലസ് ഇരിഡിൻ ഗീവ്സ് ദ നെയിം അസിരിഡിൻ. ഇതില് അസ എന്ന് പറയുന്ന നെയിമിൽ ലാസ്റ്റ് ലെറ്റർ എ അത് റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഈ നെയിം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അസിരിഡിൻ അസ എ റിമൂവ് ചെയ്തു, ഇരിഡിൻ ആഡ് ചെയ്തു. സോ ദ നെയിം വിൽ ബി അസിരിഡിൻ. ഇനി നെക്സ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിൽ നമുക്ക് അതിലൊരു നോൺ ക്യുമുലേറ്റീവ് ബോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്താണ് നോൺ ക്യുമുലേറ്റീവ് എന്ന് പറയുന്ന വേർഡ് ഉദ്ദേശിക്കുന്നത്? അതിൽ ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോൺസ് ആയിരിക്കും. അതായത് ഒരു സിംഗിൾ ബോണ്ട് ദെൻ കംസ് ഡബിൾ ബോണ്ട് ദെൻ കംസ് സിംഗിൾ ബോണ്ട്. അതായത് ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോൺസ് വരുന്നുണ്ടെങ്കിൽ അതിനെ നോൺ ക്യുമുലേറ്റീവ് ഡബിൾ ബോൺസ് എന്ന് പറയുന്നു. അത്തരം കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്ന സഫിക്സ് ഏതൊക്കെയാണ്? OLE അല്ലെങ്കിൽ INE ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിറോൾ. പിറോളിന്റെ ലാസ്റ്റ് ലെറ്റർ ഏതാണ്? OLE. ഇനി പിരിഡിനാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? INE. സോ അതിൽ യൂസ് ചെയ്യുന്ന സഫിക്സ് എന്ന് പറയുന്നത് OLE അല്ലെങ്കിൽ INE ആണ്. ഇനി അവ അതിലൊരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലേക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന അതെങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു സാച്ചുറേറ്റഡ് ഡ്രിങ്ക്സിൽ പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഡൈഹൈഡ്രോ അല്ലെങ്കിൽ ടെട്രാഹൈഡ്രോ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. സോ ഫോർ എക്സാമ്പിൾ പിരിഡിൻ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ, പിരിഡിൻ എന്ന് പറയുന്ന ഒരു അൺസാച്ചുറേറ്റഡ് ഹെട്രോസൈക്കിളിന്റെ എക്സാമ്പിൾ ആണ്. അൺസാച്ചുറേറ്റഡ് ആണ്, ദേ കണ്ടെയ്ൻ ഡബിൾ ബോൺസ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് പിരിഡിൻ. സോ അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന സഫിക്സ് എന്താണ്? INE. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ പിരിഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിൽ എന്തുണ്ട്? ദേ കണ്ടെയ്ൻ ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോൺസ്. സോ ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോൺസ് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ഡബിൾസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്, റൈറ്റ്? So this unsaturated compound ഒരു സാച്ചുറേഷൻ സംഭവിക്കുന്നു. ദാറ്റ് ഇസ് നോട്ട് ഫുള്ളി സാച്ചുറേറ്റഡ്, പാർഷ്യലി സാച്ചുറേഷൻ സംഭവിക്കുന്നു. ഇതിൽ നൈട്രജൻ കോമ്പൗണ്ട് ഒരു ഡബിൾ ബോണ്ട് റിമൂവ് ചെയ്യുന്നു. സോ കംസ് എ പാർഷ്യലി സാച്ചുറേറ്റഡ് ആവും, നോട്ട് ഫുള്ളി സാച്ചുറേറ്റഡ്, പാർഷ്യലി സാച്ചുറേറ്റഡ് ആവുന്ന അവസ്ഥയിൽ ഇതിന്റെ നെയിമിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡൈഹൈഡ്രോ പിരിഡിൻ പാർഷ്യലി സാച്ചുറേറ്റഡ്. സോ ദ പ്രിഫിക്സ് യൂസ് ചെയ്യുന്ന ഏതെന്നാണ് പറയുന്നത്? ഡൈഹൈഡ്രോ എന്ന് പറയുന്ന ടേം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഫ്യൂറാൻ ആണെങ്കിൽ, ഫ്യൂറാൻ ആയിട്ടുള്ള ഒരു ഫ്യൂറാൻ കോമ്പൗണ്ട് ആണെങ്കിൽ ഫ്യൂറാന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു 5 മെമ്പേർഡ് ആണ്. 5 മെമ്പേർഡ് ആയിട്ടുള്ള ഓക്സിജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. അതിൽ ഡബിൾ ബോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നു. അതിനെ നമ്മൾ സാച്ചുറേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിൽ കംസ് ഫുള്ളി സാച്ചുറേഷൻ. അവിടെ ഫുള്ളി സാച്ചുറേഷൻ ആണ്, പാർഷ്യലി ഫുള്ളി സാച്ചുറേഷൻ സംഭവിക്കുന്നു. സോ ദാറ്റ് കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ഏതാണെന്നാണ് പറയുന്നത്. ഏതാണ് പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്? ടെട്രാഹൈഡ്രോ. സോ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് എന്ന് പറയുന്നത് ടെട്രാഹൈഡ്രോ ഫ്ലൂറാൻ. അവിടെ ഫുള്ളി സാച്ചുറേറ്റഡ് ആകും. സോ ദിസ് ഇസ് ആൻ എക്സെപ്ഷൻ ഫോർ ദ സിസ്റ്റമാറ്റിക് നോമൻക്ലേച്ചർ. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു ഫോർത്ത് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ടെർമിനൽ ഇ സജസ്റ്റഡ് ഇൻ ദ റൂൾസ് ഈസ് ഓപ്ഷൻ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സഫിക്സിലെല്ലാം തന്നെ ടെർമിനൽ ആയിട്ട് ഇ എന്ന് പറയുന്ന ലെറ്റർ വരുന്നുണ്ട്. പക്ഷെ അത് ഓപ്ഷൻ ആണ് എന്താണ് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡയോക്സിൻ അല്ലെങ്കിൽ ടൈസിൻ. ഈ കേസിലൊക്കെ തന്നെ ഇ യൂസ് ചെയ്യുന്നില്ല. സോ ഇ ഈസ് എൻ എക്സെപ്ഷൻ ഓർ ഓപ്ഷണൽ. ദെൻ നെക്സ്റ്റ് കംസ് ഫിഫ്ത്ത് എക്സെപ്ഷൻ എന്താണ്? സഫിക്സസ് ET, INE ആൻഡ് OLE ഈസ് നോട്ട് റെക്കമെൻഡഡ് ബൈ IUPAC. ഈ സഫിക്സസ് IUPAC നോമൻക്ലേച്ചർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് എക്സെപ്ഷൻ ഏതാണ്? For pyran compound, axine cannot be used as it is trivial name of quinoline 8-ol. പൈറാൻ കോമ്പൗണ്ടിന് നമ്മൾ ആക്സിൻ എന്ന് പറയുന്ന സഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് യൂസ് ചെയ്യുന്നില്ല. ഇനി പിരിഡിൻ, അസീൻ, ഫോർ പിരിഡിൻ കോമ്പൗണ്ടിന് നമ്മൾ അസീൻ എന്ന് പറയുന്ന സഫിക്സും യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പറഞ്ഞു കോമൺ നെയിംസിനെ കുറിച്ച് നമ്മൾ ഇനിഷ്യലി ഡിസ്കസ് ചെയ്യുന്നു. കോമൺ നെയിംസിൽ ചില ട്രിവിയൽ നെയിംസ് എല്ലാം തന്നെ IUPAC സിസ്റ്റം റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ IUPAC സിസ്റ്റം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ നെയിംസ് ആണ്? പിറോൾ, പൈറസോൾ, പിരിഡിൻ. ഈ കോമൺ നെയിംസ് എല്ലാം തന്നെ IUPAC സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്നവയാണ്. സോ ഇവയൊക്കെയാണ് ഇതിന്റെ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ വെൻ സെയിം ഹെട്രോ ആറ്റം പ്രസന്റ് ചെയ്യുകയാണ് ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിൽ സെയിം ഹെട്രോ ആറ്റംസ് ആണെങ്കിൽ അതിന് പ്രിഫിക്സസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ പ്രിഫിക്സസ് ഡൈ, ട്രൈ എക്സെട്ര ആർ യൂസ്ഡ് ആസ് പെർ ദിസ് കോമ്പൗണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഇതിൽ
സെയിം ഹെട്രോ ആറ്റമാണ്, ഓക്സിജൻ ആയിട്ടുള്ള സെയിം ഹെട്രോ ആറ്റമാണ്. സോ ഇതിൽ നമ്മൾ നമ്പർ 1 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് സൈഡിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കും അല്ലെ. സോ ഫ്രം ദിസ് പൊസിഷൻ നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5 ഇതിൽ 1ലും 3ലും സെയിം ഹെട്രോ ആറ്റം ആയതുകൊണ്ട് തന്നെ അതിന്റെ നെയിം എങ്ങനെ വരുന്നു? 1,3 ഡൈ. അവിടെ 2 ആണ് ആയതുകൊണ്ട് ഡൈ. 2 സെയിം ഹെട്രോ ആറ്റം ആയതുകൊണ്ട് ഡൈ. ഡൈ ഓക്സോ. ഓക്സിജന്റെ പ്രിഫിക്സ് ഓക്സോ, ഓക്സോലൈൻ. സോ the name will be 1,3-dioxylane. And next compound. ഈ കോമ്പൗണ്ടിൽ നൈട്രജൻ ആറ്റമാണ് സെയിം ആയിട്ട് വരുന്നത് അല്ലെ. സോ ദ നെയിം വിൽ ബി 1 2 4. 1 പൊസിഷൻ 2 പൊസിഷനിലും 4 പൊസിഷനിലും അതിൽ നൈട്രജൻ വരുന്നത് കൊണ്ട് തന്നെ 1,2,4 ട്രൈ അസോൾ എന്നാണ് ഇതിന്റെ നെയിം വരുന്നത്. ഇനി ഹെട്രോ ആറ്റം ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ഹെട്രോ ആറ്റം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് വരികയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അതിൽ പ്രിഫിക്സ് യൂസ് ചെയ്യുന്ന പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചായിരിക്കും. അതിന്റെ ഒരു പ്രയോറിറ്റി ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഫസ്റ്റ് പ്രയോറിറ്റി ഓർഡർ കംസ് ഫോർ ഓക്സിജൻ, ദെൻ കംസ് സൾഫർ, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, സിലിക്കൺ ആൻഡ് ബോറോൺ. ഇവയാണ് പ്രയോറിറ്റി ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് നോക്കാം എങ്ങനെ നമ്മൾ ഫസ്റ്റ്, എന്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് 1 എന്ന് പറയുന്ന പൊസിഷൻ സൾഫറിന് കൊടുത്തു എന്ന് നോക്കാം. ഇതിൽ പ്രയോറിറ്റി ഓർഡറിൽ ഫസ്റ്റ് സൾഫർ ആണ് വരുന്നത്. ദെൻ കംസ് നൈട്രജൻ. സോ ഫസ്റ്റ് നൈട്രജന് കൊടുക്കുന്നു, ദെൻ ഫോർ ഈ പൊസിഷനിൽ 2 കൊടുക്കുന്നു, ദെൻ ഫോർ ദിസ് പൊസിഷൻ 3 കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നൈട്രജന് ഹയസ്റ്റ് നമ്പർ വരും. നമ്മൾ റൈറ്റ് സൈഡാണ് യൂസ് ചെയ്യുന്നെങ്കിൽ നൈട്രജന് ലെസ് നമ്പർ വരും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പറയും. സോ ഈ നമ്മൾ റൈറ്റ് സൈഡ് നമ്പറിംഗ് കൊടുക്കുന്നത് ഫേവർ ചെയ്യുന്നു. സോ നമ്മൾ നെയിം എങ്ങനെ യൂസ് ചെയ്യും? നമുക്കറിയാം പ്രയോറിറ്റി ഓർഡറിൽ സൾഫർ ആണ് കൊടുക്കുന്നത്. സോ സൾഫറിന്റെ പ്രിഫിക്സ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? thia. നൈട്രജന്റെ പ്രിഫിക്സ് എന്താണ് യൂസ് ചെയ്യുന്നത്? aza. ദെൻ നമ്മൾ യൂസ് ചെയ്യേണ്ട സഫിക്സ് എന്താണ്? OLE എന്ന് പറയുന്ന സഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ OLE എന്ന് പറയുന്ന സഫിക്സ് യൂസ് ചെയ്യുന്നത്? ഇതൊരു 5 മെമ്പേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഈ 5 മെമ്പേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിൽ അൺസാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡ് നിങ്ങൾക്ക് സഫിക്സിന്റെ ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. അതിൽ OLE എന്ന് പറയുന്ന സഫിക്സ് ആണ് ഒരു 5 മെമ്പേർഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നത്. സോ ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് വിൽ ബി 1,3. 1ഉം 3യിലെ പൊസിഷനിലാണ് ഹെട്രോ ആറ്റം വരുന്നത്. സോ ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് വിൽ ബി 1,3 thiazole. ഓക്കെ, ദെൻ ഇനി നമ്പറിംഗ് എങ്ങനെ നടക്കും? നമ്പറിംഗ് എങ്ങനെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിൽ നടത്തുമെന്നാണ് നോക്കേണ്ടത്. ഇനി ഹെട്രോസൈക്ലിക് ആറ്റം ഈസ് ഓൾവേസ് ആസ് നമ്പേർഡ് 1. ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിൽ ഹെട്രോ ആറ്റത്തിനായിരിക്കും നമ്പർ 1 കൊടുക്കേണ്ടത്. Then next comes for other atoms. Then when present in a ring in case of compounds having only one heteroatom. ഒരു heteroatom ഉണ്ടെങ്കിൽ ആ heteroatomത്തിനായിരിക്കണം ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്. ഇനി when heteroatoms in a molecule are identical, heteroatoms എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണെങ്കിൽ ഏത് heteroatomത്തെ നമ്മൾ കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നാണ് നമുക്ക് നോക്കുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെട്രോ ആറ്റംസിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം എന്നുള്ളതാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാകും. ഇതിൽ ഫസ്റ്റ് കോമ്പൗണ്ട് thioetene, ഇതിൽ ഓൺലി 1 ഹെട്രോ ആറ്റം. സോ ഫസ്റ്റ് നമ്പർ പൊസിഷൻ നമ്മൾ 1 കൊടുക്കുന്നു. പിരിഡിനിൽ നമ്മൾ 2 ഹെട്രോ ആറ്റംസ് ഉണ്ട്, അതിൽ സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമ്പർ 1 നമ്മൾ ഏത് സൈഡിൽ കൊടുത്താലും എക്സാക്ട് സെയിം, അതായത് റൈറ്റ് സൈഡ് കൊടുത്താലും ലെഫ്റ്റ് സൈഡ് കൊടുത്താലും സെയിം നമ്പർ ആണ് നമുക്ക് നൈട്രജൻ ആറ്റത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലോവസ്റ്റ് നമ്പർ കിട്ടും. ഇനി നെക്സ്റ്റ് കംസ് ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കിയാൽ മനസ്സിലാകും. ഇതിൽ നമ്പർ 1 ഏത് നൈട്രജൻ ആറ്റത്തിന് കൊടുക്കുന്നു എന്നുള്ളത്. സി, ഇവിടെ നമ്മൾ ഈ നൈട്രജൻ ആറ്റത്തിന് 1 കൊടുക്കുന്നതെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ ചൂസ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ 1 2 3 4 ഈ പൊസിഷനിൽ 4 കിട്ടും. സോ 1 + 4 5 കിട്ടും. നമ്മൾ റൈറ്റ് സൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 2 3 4. സോ നൈട്രജന് 3ഉം 1ഉം കിട്ടും. 1 + 3 4 കിട്ടും. സോ നമ്മൾ റൈറ്റ് സൈഡിലും കൂടെ നമ്മൾ നമ്പർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതാണ് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്. ഈ കോമ്പൗണ്ട് നോക്കിയാലോ, ഇതിൽ ഏത് നൈട്രജൻ ആറ്റത്തിനാണ് നമ്മൾ ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. ഇതിൽ ഈ നൈട്രജൻ നമ്മൾ ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ ഫ്രം ദിസ് നൈട്രജൻ റൈറ്റ് സൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 2 3 4. സോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 + 3 + 4 7 കിട്ടും. 8 കിട്ടും. 4 + 3 7, 7 + 1 8. സോ ഈ പൊസിഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ 1 2 3 4 5. So 4 + 5 9, 9 + 1 10. So that comes bigger. So lowest ചൂസ് ചെയ്യുന്ന എപ്പോഴും ഈ സൈഡ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ അതിനെ നമ്പറിംഗ് ചെയ്യുന്നത്. ഇനി
വെൻ ദ ആറ്റംസ് ആർ ഡിഫറെന്റ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ ഏത് ആറ്റത്തിലായിരിക്കും ഹയസ്റ്റ് നമ്പർ അല്ലെങ്കിൽ പ്രയോറിറ്റി എങ്ങനെയാണ് വരുന്നതെന്നാണ്. എന്നാൽ നമ്മൾ അവിടെ പ്രയോറിറ്റി ഓർഡർ ചൂസ് ചെയ്യും. ഇനി എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് കേസിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 1,3 ഓക്സസോൾ എന്ന് പറയുന്ന നെയിം എങ്ങനെ വരുന്നു, എങ്ങനെ നമ്മൾ നമ്പറിൽ കൊടുക്കുന്നു നോക്കാം. ഇതിൽ പ്രയോറിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ നൈട്രജൻ ആണോ ഓക്സിജൻ ആണോ ഏറ്റവും പ്രയോറിറ്റി ഓർഡർ കിട്ടുന്നത്? യെസ്, ദാറ്റ് ഇസ് കംസ് ഫോർ ഓക്സിജൻ. ഓക്സിജൻ ആണ് പ്രയോറിറ്റി ഓർഡർ കൂടുതൽ, അതുകൊണ്ട് തന്നെ ഓക്സിജൻ നമ്പർ 1 കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ റൈറ്റ് സൈഡ് ചൂസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ലോക്സ് നമ്പർ കിട്ടുന്നത്. സോ 1,3 ഓക്സസോൾ എന്ന് പറയുന്ന നെയിം വരുന്നത്. ഈ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതിനാണ് പ്രയോറിറ്റി ഓർഡർ കൂടുതൽ വരുന്നത്? സൾഫർ ആണ് നൈട്രജനെക്കാട്ടിലും പ്രയോറിറ്റി ഓർഡറിൽ ഫസ്റ്റ് വരുന്നത്. സോ ഫസ്റ്റ് പ്രയോറിറ്റി കംസ് ഫോർ സൾഫർ. സോ 1 കൊടുക്കുന്നു. നമ്മൾ എന്നിട്ട് റൈറ്റ് സൈഡ് വഴി നമ്പറിംഗ് കൊടുക്കുന്നു. ഓക്കെ, 1, 2, 3, 4, 5. സോ നമ്മൾ മൊത്തം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു നമ്പർ? 1 + 2 3, 3 + 5 9. ഇനി ഈ സൈഡ് യൂസ് ചെയ്യുന്നെങ്കിലോ 1, 2, 3, 4, 5, 6. 6 + 3 9, 9 + 1 10. അതായത് നമ്മൾ ഈ സൈഡ് യൂസ് ചെയ്യുമ്പോൾ ഹയസ്റ്റ് നമ്പർ വരുന്നു. ഈ സൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 5 + 7, 5 + 2 7, then 7 + 1 8. അതായത് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന റൈറ്റ് സൈഡിൽ കൂടെ നമ്പർ ചെയ്യുമ്പോഴാണ്. സോ ഇതാണ് ഫേവർ ചെയ്യുന്നത്. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓക്സിജൻ ആണോ സൾഫർ ആണോ പ്രയോറിറ്റി ഓർഡർ കൂടുതൽ വരുന്നത്? ഓക്സിജൻ ആണ് പ്രയോറിറ്റി ഓർഡർ കൂടുതൽ. സോ ഫസ്റ്റ് കംസ് ഫോർ ഓക്സിജൻ നമ്പർ 1, then comes for sulfur 2. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ when a saturated atom present in the cyclic ring contain maximum number of non-cumulative bonds. ഇതിൽ ഒരു നോൺ ക്യുമുലേറ്റീവ് ബോണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്ലിക് കോമ്പൗണ്ട് അതിൽ സാച്ചുറേറ്റഡ് ആറ്റം കണ്ടെയ്ൻ ചെയ്യുന്നു നോക്കുക. അങ്ങനെയാണ് നമ്മൾ അതിന്റെ നമ്പർ കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. സോ ദ സാച്ചുറേറ്റഡ് ആറ്റം റിസീവ് ദ ലോവസ്റ്റ് പോസിബിൾ നമ്പർ. ആ കോമ്പൗണ്ടിൽ സാച്ചുറേറ്റഡ് ആറ്റത്തിനായിരിക്കണം ലോവസ്റ്റ് നമ്പർ കിട്ടേണ്ടത്. എന്നിട്ട് അതിനെ നമ്മൾ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇറ്റാലിക് നെയിം H വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് will return the name before the name of the compound. നമുക്ക് അതിനെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഈ എക്സാമ്പിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിൽ ഏതാണ് സാച്ചുറേറ്റഡ് ആറ്റം? ഇതാണ് സാച്ചുറേറ്റഡ് ആറ്റം. അതായത് നമ്പർ 2 പൊസിഷനിലുള്ളതാണ് സാച്ചുറേറ്റഡ്. അതായത് അതിലെ ഡബിൾ ബോൺസ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിന്റെ സാച്ചുറേറ്റഡ് ആറ്റം. ഓക്കെ, സാച്ചുറേറ്റഡ് ആറ്റത്തിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സോ ഇൻഡിക്കേറ്റ് ബൈ പൊസിഷൻ നമ്പർ 2 ആയതുകൊണ്ട് തന്നെ 2H. ആൻഡ് പ്രയോറിറ്റി ഓർഡർ വരുമ്പോൾ ഏതാണ് പ്രയോറിറ്റി കംസ് ഫസ്റ്റ്? ദാറ്റ് ഇസ് കംസ് ഫോർ സൾഫർ. സോ സൾഫറിന് നമ്മൾ 1 കൊടുക്കുന്നു. ദെൻ കംസ് ഫോർ പൊസിഷൻ ഫോർ സാച്ചുറേറ്റഡ് ആറ്റം 2 കൊടുക്കുന്നു. ദെൻ കംസ് 3, ദെൻ 4. സോ ദ നെയിം വിൽ ബി 2H. ഇനിഷ്യലി നമ്മൾ എഴുതുന്നു. ദെൻ ഏതൊക്കെയാണ് പൊസിഷനിലാണ് സാച്ചുറേറ്റഡ് ആറ്റം? ഫോർ 1 and 4 സാച്ചുറേറ്റഡ് ആറ്റം ഓക്യുപ്പൈ ചെയ്യുന്നു. ദെൻ നെയിംസ് എങ്ങനെ കൊടുക്കും? ടയ ഫോർ സൾഫർ, നൈട്രജൻ ഫോർ അസ ആൻഡ് INE. എങ്ങനെയാണ് ഈ സഫിക്സ് വരുന്നത്? ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്, ഒരു 6 മെമ്പേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിന്റെ സഫിക്സ് വരുന്ന INE ആണ്. നിങ്ങൾക്ക് ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. സോ അതിന്റെ നെയിം വരുന്നത് 2H14 thiazine. ഇതില് ഫസ്റ്റ് thia എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ A റിമൂവ് ചെയ്ത് നമ്മൾ A റിമൂവ് ചെയ്യുന്നു, thiazine എന്ന് പറയുന്ന നെയിം ഒറിജിനേറ്റ് ചെയ്യും. ഇനി നെയിം ഓഫ് ദ കോമ്പൗണ്ട് നോക്കൂ. ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് ഇതിൽ നൈട്രജൻ ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത് അല്ലെ, ഹെട്രോ ആറ്റം ആയിട്ടുള്ളത്. ഇതിലുള്ള സാച്ചുറേറ്റഡ് ആറ്റം ഏതാണ്? നമ്പർ 2, പൊസിഷൻ നമ്പർ 2-ലുള്ളതാണ് ഇതിന്റെ സാച്ചുറേറ്റഡ് ആറ്റം. സോ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത് നൈട്രജൻ ആണ് 1, then 2, then comes 3, 4 and 5. So the name will be 2H pyrrole. ഈ കോമ്പൗണ്ടിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് പിറോൾ ആണ്. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നു, പിറോൾ, 2H pyrrole. Then ഈ കോമ്പൗണ്ട് ഏതാണ്? ഇതിന്റെ റിംഗ് സൈസ് എത്രയാണ്? 1, 2, 3, 4, 5 and 6 and 7 എന്ന് പറയുന്നതാണ് ഇതിന്റെ റിംഗ് സൈസ് എന്ന് പറയുന്നത്. ഇതിൽ എവിടെയാണ് സാച്ചുറേറ്റഡ് ആറ്റം ഉള്ളത്? ഇതാണ് ഇതിന്റെ സാച്ചുറേറ്റഡ് ആറ്റം ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ. സോ 3H അസ, നൈട്രജൻ അസ. ഇനി EPINE എന്ന് പറയുന്നതിന്റെ സഫിക്സ് ആണ് 7 മെമ്പേർഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിന്റെ സഫിക്സ് ആണ് EPINE. സോ ദ നെയിം വിൽ ബി 3H azapine. ഇനി കാർബണൈൽ ഗ്രൂപ്പ് ഈ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിൽ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാച്ചുറേറ്റഡ് ആറ്റവും ഒരു കാർബണൈൽ ഗ്രൂപ്പും ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിനെ എങ്ങനെ നെയിം ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഈ കേസിൽ നമ്മൾ Hനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? ഈ സാച്ചുറേറ്റഡ് ആറ്റത്തിനെ എങ്ങനെ നെയിം ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ H is indicated in the bracket after the position of the carbonyl group. ഈ കോമ്പൗണ്ട് നോക്കിയാൽ മനസ്സിലാകും ഇതിൽ കാർബണൈൽ ഗ്രൂപ്പ് നമ്പർ
പൊസിഷൻ നമ്പർ 2-ലാണ് വരുന്നത്. ഇതിൽ സാച്ചുറേറ്റഡ് ആറ്റം എവിടെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്? നമ്പർ 3-ലാണ് സാച്ചുറേറ്റഡ് ആറ്റം വരുന്നത്. സോ ദ നെയിം വിൽ ബി, നമ്മൾ നമ്പറിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ നൈട്രജന് കൊടുക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾക്ക് സാച്ചുറേറ്റഡ് ആറ്റത്തിന്റെ ലോവസ്റ്റ് നമ്പർ വരണം. സോ 1, 2, 3, 4. സോ ദ നെയിം വിൽ ബി പൈറസീൻ. ഈ കോമ്പൗണ്ടിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് പൈറസീൻ ആണ്. അതിൽ പൈറസീൻ. ഇനി പൈറസീൻ കഴിഞ്ഞൊരു ഹൈഫൺ കൊടുക്കുന്നു. നമ്പർ 2 പൊസിഷനിലാണ് എന്ത് കാർബണൈൽ ഗ്രൂപ്പ് വരുന്നത്. 2 ബ്രാക്കറ്റിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സാച്ചുറേറ്റഡ് ആറ്റത്തിന് ഡിനോട്ട് ചെയ്യുന്നത് 2, 3H ഇൻ ബ്രാക്കറ്റ് ONe. ONe എന്തിനെ സൂചിപ്പിക്കുന്നു? കാർബണൈൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ നമ്മൾ സാച്ചുറേറ്റഡ് ആറ്റത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബ്രാക്കറ്റിനുള്ളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്യൂഷൻ നോമൻക്ലേച്ചർ. ഫ്യൂഷൻ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ബൈസൈക്ലിക് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഹെട്രോസൈക്ലിക് റിങ്ങിനെയാണ് ബേസ് റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. കോമ്പൗണ്ട്സ് വിത്തൗട്ട് എൻ, നൈട്രജൻ ഹെട്രോആറ്റം അല്ലാതായിട്ടുള്ള കോമ്പൗണ്ട്സിനെ എടുക്കുകയാണെങ്കിൽ ഇതിൽ നൈട്രജൻ ഹെട്രോആറ്റം അല്ല. സോ ഇതിൽ ഏതാണ് ബേസ് റിംഗ് വരുന്നത്? ഹെട്രോസൈക്ലിക് റിംഗ് ആയിരിക്കും ബേസ് റിംഗ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇതിന്റെ ബേസ് റിംഗ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിൽ ഏതായിരിക്കും ബേസ് റിംഗ് എന്ന് പറയുന്നത്? ഇതിൽ രണ്ടും ഹെട്രോസൈക്ലിക് റിംഗ്സ് ആണ്, അതായത് ഹെട്രോ ആറ്റം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതായിരിക്കും? ഇതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പ്രയോറിറ്റി ഓർഡർ യൂസ് ചെയ്യുന്നു. സോ ഓക്സിജൻ ആണ് അതിൽ പ്രയോറിറ്റി ഓർഡറിൽ ഫസ്റ്റ് വരുന്നത്, അല്ലെ? സോ ഫോർ oxygen containing this is the base ring. Okay, then compounds containing nitrogen. നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ അത് ബേസ് റിംഗ് എന്ന് പറയുന്നത് നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് റിംഗ് ആയിരിക്കും. ഈ കേസിൽ എന്തായിരിക്കും? ഈ റിംഗ് ആയിരിക്കും ബേസ് റിംഗ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രജൻ ആയിട്ടുള്ള ഹെട്രോസൈക്ലിക് റിംഗ്സ്. ഇനി ചൂസ് ദ ബേസ് റിംഗ് ഓഫ് ലാർജർ സൈസ് ഇഫ് അൺഈക്വൽ റിംഗ് സൈസ് ആർ ദെയർ ഇൻ വിച്ച് കണ്ടെയ്ൻ ഹെട്രോ ആറ്റം. ഇനി ഹെട്രോ ആറ്റം ഒക്യുപ്പൈ ചെയ്യുന്ന കോമ്പൗണ്ട് തന്നെ അതിൽ ഏതാണോ ലാർജർ സൈസ് വരുന്നത്, ഇനി അൺഈക്വൽ സൈസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ അതിൽ ഏതാണോ ലാർജർ സൈസ് വരുന്നത് അതായിരിക്കും അതിന്റെ ബേസ് റിംഗ് എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും ഇതിന്റെ ബേസ് റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ when the fused two rings are of same size are present. ഫ്യൂസ്ഡ് ആയിട്ടുള്ള റിംഗ് സൈസ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് നോക്കുക. ഈ ഫ്യൂസ്ഡ് റിംഗ് കണ്ടെയ്ൻ ഡിഫറെന്റ് ആറ്റം ഓഫ് ഹെട്രോ ആറ്റം. അതിൽ ഫ്യൂസ് ചെയ്തിട്ടുള്ള റിംഗ്സ് സെയിം സൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും അതിൽ ഡിഫറെന്റ് ഹെട്രോ ആറ്റം ആണെങ്കിൽ ഏതായിരിക്കും ബേസ് റിംഗ് എന്നാണ് നോക്കുന്നത്. ദ ബേസ് റിംഗ് വിൽ ബി ദ റിംഗ് വിച്ച് കണ്ടെയ്ൻ മോർ നമ്പർ ഓഫ് ഹെട്രോ ആറ്റം. ഹെട്രോ ആറ്റം കൂടുതലായിട്ടുള്ള ഒരു റിംഗ് ആയിരിക്കും അതിൽ ബേസ് റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതായിരിക്കും ബേസ് റിംഗ്? comes the base ring. ഇനി when equal number of hetero atoms സെയിം ആണെങ്കിൽ ഏതായിരിക്കും ബേസ് റിംഗ് എന്നാണ് നോക്കുന്നത്. when these atoms are same, base ring will be which one? lowest number given to the hetero atoms forms the base ring. ഇതിൽ സെയിം ഹെട്രോ ആറ്റം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ് ലോവസ്റ്റ് നമ്പർ ഹെട്രോ ആറ്റത്തിന് വരണം. ഇതിൽ ഏതായിരിക്കും ലോവസ്റ്റ് നമ്പർ വരുന്നത്? ഈ ബേസ് ഇതായിരിക്കണം അതിന്റെ ബേസ് റിംഗ്. കാരണം എന്താണ്? നമ്മൾ 1, 2 കൊടുക്കുകയാണെങ്കിൽ ഇതിൽ 1, 2 പൊസിഷൻ ഇതിന് വരുന്നതുകൊണ്ട് തന്നെ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നു. ഈ കേസിലാണെങ്കിൽ 1, 2, 3 അതായത് 1, 4 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും ഇതിന്റെ ബേസ് റിംഗ് എന്ന് പറയുന്നത്. ലോവസ്റ്റ് നമ്പർ ഹെട്രോ ആറ്റത്തിന് കിട്ടുന്നു. ഇനി when the atoms are different then ഇനി ഇതിൽ നമ്മൾ ഹെട്രോ ആറ്റം സെയിം ആണെന്ന് പറഞ്ഞു. ഇനി ഹെട്രോ ആറ്റം ഡിഫറെന്റ് ആണെങ്കിൽ ഏതായിരിക്കും ബേസ് റിംഗ് എന്നാണ് പറയുന്നത്. ഹെട്രോ ആറ്റം ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചൂസ് ചെയ്യുന്നു? പ്രയോറിറ്റി ഓർഡർ നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടി വരും. ഇനി റിംഗ് വിത്ത് എ വെറൈറ്റി ഓഫ് ഹെട്രോ ആറ്റം അവിടെ യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം, ആറ്റംസ് ഡിഫറെന്റ് ആണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ഏതായിരിക്കും ഇതിന്റെ ബേസ് റിംഗ് എന്ന് പറയുന്നത്? ബേസ് റിംഗ് എന്ന് പറയുന്നത് ഹെട്രോ ആറ്റം ഡിഫറെന്റ് ആയിട്ടുള്ള റിംഗ് ആയിരിക്കും ഇതിന്റെ ബേസ് റിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് comes the base ring. And next one, ring with the priority order given earlier for hetero atoms is the base ring. ഇനി ഈ കോമ്പൗണ്ടിൽ ഏതായിരിക്കും ഇതിന്റെ ബേസ് റിംഗ് എന്ന് പറയുന്നത്? പ്രയോറിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ ഇതില് ഈ കോമ്പൗണ്ട് ആയിരിക്കും ഇതിൽ ബേസ് റിംഗ് എന്ന് പറയുന്നത്. ഇതായിരിക്കും ഇതിന്റെ ബേസ് റിംഗ് ബേസ് റിംഗ് ആയിട്ടുള്ള ഈ കോമ്പൗണ്ടിലെ ബേസ് റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സൈക്ലിക് റിംഗ് ആയിരിക്കും. ഇനി when naming ബൈസൈക്ലിക് അല്ലെങ്കിൽ പോളിസൈക്ലിക് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുകയാണെങ്കിൽ ട്രിവിയൽ നെയിംസ് എന്താണ് ബേസ് റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു കോമ്പൗണ്ടില് ഈ this comes the base ring for the this bicyclic അല്ലെങ്കിൽ this fused ring, this compound അല്ലെങ്കിൽ ഈ 2 റിംഗ്സ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ബേസ് റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
ഇനി ഇതിന്റെ ട്രിവിയൽ നെയിം എന്താണ് വരുന്നത്? ആന്ത്രാസിൻ എന്ന് പറയുന്ന ആ നെയിം നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? സൈഡ്സ് ഓഫ് ദ ബേസ് റിംഗ് ആർ ലേബിൾഡ് ആസ് എ. അതായത് ഒരു കോമ്പൗണ്ട് തരികയാണ്, ഒരു റിംഗ് സൈസ്, ഒരു റിംഗ് സ്ട്രക്ചർ തരികയാണെങ്കിൽ നമ്മൾ അതിനെ അതിന്റെ അതിന്റെ സൈഡിനെ നമ്മൾ എ ബി സി ഡി എന്ന് പറയുന്ന ഡി അല്ലെങ്കിൽ ഇ, ABCDE എന്ന് പറയുന്ന ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. സോ ഈ സ്ട്രക്ചർ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതില് ഈ സൈഡ്, ദിസ് കം സൈഡിന് എ, then comes ബി, സി, ഡി ആൻഡ് ഇ ആൻഡ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി അറ്റാച്ച്ഡ് റിംഗ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് എ പ്രിഫിക്സ് ആൻഡ് ഇറ്റ്സ് എൻഡിങ് ഇ ഈസ് ചേഞ്ച്ഡ് ടു ഒ. നമുക്ക് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ഫ്യൂസ്ഡ് ആയിട്ടുള്ള റിംഗ്സ് തരികയാണെങ്കിൽ അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന റിംഗിനെ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് നെയിം ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് എൻഡിങ് ഇ ഈസ് ചേഞ്ച്ഡ് ടു ഒ. ഫോർ എക്സാമ്പിൾ, ഫോർ പൈറസോൾ റിംഗ്, പ്രിഫിക്സ് പൈറസോളോ ഈസ് ആഡഡ് ബിഫോർ ദ ബേസ് റിംഗ് ഫോർ നെയിമിംഗ് ദ കോമ്പൗണ്ട്. ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു കോമ്പൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു നമ്മൾ പറഞ്ഞു അറ്റാച്ച്ഡ് റിംഗിനെ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതിന്റെ പ്രിഫിക്സിൽ ഇ എന്ന് പറയുന്നതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഒ ആക്കി മാറ്റും. ഇത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടില് ബെൻസീൻ റിംഗ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ. ഈ 5 മെമ്പേർഡ് ആയിട്ടുള്ള റിംഗുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. 5 മെമ്പേർഡ് റിംഗിന്റെ എ സൈഡ്, ബി സൈഡ്, ഈ ബി സൈഡുമായിട്ടാണ് ഈ സൈക്ലിക് റിംഗ്, ഈ ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്യുന്നത്. സോ ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട്, ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന റിംഗ് ബെൻസീൻ ആയതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് എഴുതുന്നു ബെൻസോ. ഈ ബെൻസീന്റെ ഇക്ക് പകരം നമ്മൾ അവിടെ ഒ കൊടുക്കുന്നു. ഏത് പൊസിഷനിലാണ് ഫ്യൂറാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഫ്യൂറാനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ ബി ആണ്. സോ ബ്രാക്കറ്റിൽ ബി എന്ന് എഴുതുന്നു. സോ ദ നെയിം ഫ്യൂറാൻ എഴുതുന്നു. സോ നെയിം ഓഫ് ദ കോമ്പൗണ്ട് എങ്ങനെയാണെന്ന് എഴുതുന്നു? ബെൻസോ ബി ഫ്യൂറാൻ. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് എക്സാമ്പിളിലേക്ക് കിടക്കാം. വെൻ ബോത്ത് ഫ്യൂസ്ഡ് റിംഗ് കണ്ടെയ്ൻ ഹെട്രോ ആറ്റംസ്. ഈ കോമ്പൗണ്ടിൽ മുകളിൽ തന്നിരിക്കുന്ന ഹെട്രോ ആറ്റത്തിൽ ഒരു ഹെട്രോ ആറ്റമേ ഉള്ളൂ. ഇനി ബോത്ത് റിംഗ്സിലും ഹെട്രോ ആറ്റംസ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നെയിം ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഒരു ഫ്യൂറാൻ തയോഫീനുമായിട്ട് ഫ്യൂസ്ഡ് ആവുന്നു. ഈ ഒരു കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിൽ ഏതാണ് അറ്റാച്ച്ഡ് ആവുന്ന കോമ്പൗണ്ട്? ഇതില് ഫ്യൂറാൻ ആണ് തയോഫീനുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത്. ഓക്കെ. ഫ്യൂറാൻ അറ്റാച്ച്ഡ് ആവുന്നു. അപ്പൊ നമ്മള് പ്രിഫിക്സ് ആയിട്ട് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു? തയോഫീൻ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ഫ്യൂറാനുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ തയോഫീൻ എന്ന പ്രിഫിക്സ് തൈനോ, അതായത് തയോഫീനില് ഇക്ക് പകരം നമ്മളിവിടെ തൈനോ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നു. ഈ ലാസ്റ്റ് ഇക്ക് പകരം ഒ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നു. തൈനോ 2-3, അതായത് തയോഫീന്റെ 2-3 പൊസിഷനിലേക്കാണ് ഫ്യൂറാൻ അറ്റാച്ച്ഡ് ആവുന്നത്. 2-3 ഇൻസ്റ്റെഡ് ഓഫ് സി നമുക്കിവിടെ ഇൻസ്റ്റെഡ് ഓഫ് ബി നമ്മളിവിടെ സി യൂസ് ചെയ്യണം. ദിസ് ഇസ് മൈനർ മിസ്റ്റേക്ക്. ഇൻസ്റ്റെഡ് ഓഫ് ബി ഇവിടെ സി യൂസ് ചെയ്യുന്നത്. അതായത് 2-3 പൊസിഷൻ, ഫ്യൂറാന്റെ സി പൊസിഷനിലേക്ക് തയോഫീൻ അറ്റാച്ച് ചെയ്യുകയാണ്. സോ ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് തൈനോ 2,3-B ഫ്യൂറാൻ. സോ നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കിയാൽ പിരിഡസീൻ, പിരിഡസീനും പൈറസീനും ഫ്യൂസ്ഡ് ആകുകയാണ്. അതില് പൈറസീൻ ഈ കോമ്പൗണ്ട് ആണ് നമ്മളിവിടെ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പൈറസീൻ പൊസിഷനിലേക്ക് പിരിഡസീൻ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ പൈറസീനോ ഇക്ക് പകരം നമ്മൾ ഒ എന്ന് പറയുന്ന ടേം ലെറ്റർ യൂസ് ചെയ്തു. പൈറസീനോ 2-3 പൊസിഷനിലാണ് അറ്റാച്ച്ഡ് ആകുന്നത്. 2-3 പൊസിഷനിലേക്ക് പിരിഡസീൻ അറ്റാച്ച്ഡ് ആകുമ്പോൾ 2-3C പിരിഡസീന്റെ 3 പൊസിഷനിലേക്കാണ് അറ്റാച്ച്ഡ് ആകുന്നത്, അല്ലെ? സോ 2-3C പിരിഡസീൻ എന്നാണ് ഇതിന്റെ നെയിം വരുന്നത്. സോ ദ നെയിം ഹിയർ, ഇതിൽ ഏതാണ് ബേസ് റിംഗ് എന്ന് പറയുന്നത്? പിരിഡസീൻ ആയിരിക്കും ബേസ് റിംഗ് എന്ന് പറയുന്നത്. ദ എബോവ് സ്ട്രക്ചറിൽ ഇതിൽ ഏതാണ് ബേസ് റിംഗ് എന്ന് പറയുന്നത്? ഫ്യൂറാൻ ആയിരിക്കും ഇതിന്റെ ബേസ് റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഫോർ നെക്സ്റ്റ് കോമ്പൗണ്ട്സ്, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ സ്ട്രക്ചർ തന്നെ നമ്മൾ ഇതിലവിടെ സി പൊസിഷന് പകരം നമ്മളിവിടെ ഡി പൊസിഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ആ സ്ട്രക്ചർ വരുന്നത് എന്നാണ് നോക്കുന്നത്. ഇതില് പിരിഡസീന്റെ പിരിഡസീൻ സ്ട്രക്ചർ പൈറസീനുമായിട്ട് ഫ്യൂസ്ഡ് ആകുമ്പോൾ പൈറസീനോ 2-3 പൊസിഷന് ഏതുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു? ഈ ഡി പൊസിഷനുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. പൈറസീനോ 2-3D പിരിഡസീൻ എന്ന് പറയുന്നത് ഇതിന്റെ നെയിം ആയിട്ട് വരുന്നു. ഇനി ലാസ്റ്റ് ഹെട്രോ ആറ്റം ബ്രിഡ്ജ് ഹെഡ് ആറ്റവുമായിട്ട് നെക്സ്റ്റ് ആയിട്ടാണെങ്കിൽ എന്താണ് ബ്രിഡ്ജ് ഹെഡ് ആറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 2
യൂസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ അതിൽ ഈ പൊസിഷൻ ഇതിനെയാണ് നമ്മൾ ബ്രിഡ്ജ് ഹെഡ് എന്ന് പറയുന്നത്. 2 കോമ്പൗണ്ട്സ് യൂസ്ഡ് ആവുന്നു. ഈ പൊസിഷനാണ് ബ്രിഡ്ജ്ഡ് ഹെഡ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് ഹെഡ് പൊസിഷനിൽ നിയറസ്റ്റ് ആയിട്ട് ഒരു ഹെറ്ററോ ആറ്റം വരികയാണെങ്കിൽ അതിന് നമ്മൾ പൊസിഷൻ നമ്പർ 1 കൊടുക്കുന്നു. സോ ഈ കേസിൽ നമുക്ക് ഈ നൈട്രജന് 1 കൊടുക്കുന്നു. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഈ നൈട്രജനൊക്കെ 1 കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ നൈട്രജനാണ് 1 കൊടുക്കുന്നത്. കാരണം ഇത് ബ്രിഡ്ജ് ഹെഡുമായിട്ട് നെക്സ്റ്റ് പൊസിഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നു. ഈ ഒരു കോമ്പൗണ്ട് നോക്കിയാണെങ്കിൽ ഇതിൽ ഏതാണ് ബ്രിഡ്ജ് ഹെഡ് എന്ന് പറയുന്നത്? ഇതാണ് ബ്രിഡ്ജ് ഹെഡ്. സോ നമ്മൾ ഇതിൽ സൾഫറിന് നമ്പർ 1 കൊടുക്കുന്നു. എന്തുകൊണ്ട് സൾഫറിന് കൊടുക്കുന്നു? നോട്ട് ഫോർ നൈട്രജൻ. പ്രയോറിറ്റി ഓർഡർ നമ്മൾ അവിടെ നോക്കും. ഫോർ സൾഫറിന് നമ്മൾ അവിടെ 1 കൊടുക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നോമൻക്ലേച്ചർ യൂസ് ചെയ്യുന്ന എന്താണ്? റീപ്ലേസ്മെന്റ് നോമൻക്ലേച്ചർ ആണ്. അതിൽ നെയ്മഡ് ആഫ്റ്റർ ദ റിലേറ്റഡ് കാർബോസൈക്ലിക് കോമ്പൗണ്ട്. നമ്മൾ പ്രിഫിക്സ് അവിടെയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്സിജൻ ഓക്സ നമ്മൾ സെയിം യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് തന്നെ. ഫോർ അസ, ഫോർ നൈട്രജൻ ഇറ്റ് ഈസ് അസ, ഫോർ തയ ഇറ്റ് ഈസ് സൾഫർ ഈസ് യൂസിങ്. സോ നമ്പറിംഗ് എങ്ങനെ യൂസ് ചെയ്യുന്നു നമ്മൾ നോക്കുന്നത്. അസൈൻ ദ ലോവസ്റ്റ് പോസിബിൾ നമ്പർ ടു ദ ഹെറ്ററോ ആറ്റം. ഓക്കെ, പ്രയോറിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണ് പ്രയോറിറ്റി ഓർഡർ വരുന്നത് കമ്പയർഡ് ടു സൾഫർ ആൻഡ് ദെൻ കംസ് നൈട്രജൻ. സോ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓക്സാ സൈക്ലോപ്രൊപ്പൈൻ എന്നാണ് ഇതിന്റെ പേരല്ലേ. ഓക്സാ സൈക്ലോപ്രൊപ്പൈൻ നമ്മൾ ബെൻസീന് പകരം അല്ലെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടിൽ ഇഫ് ഇറ്റ് ഈസ് നമ്മൾ ബെൻസീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ബെൻസീന് പകരം നമ്മളവിടെ ഓക്സാ ബെൻസീൻ എന്ന് യൂസ് ചെയ്യുന്നു. ഇനി ഈ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഓക്സാ സൈക്ലോപ്രൊപ്പൈൻ. ഇനി അസാ സൈക്ലോ ബ്യൂട്ടൈൻ. നമ്മളിവിടെ അസാ സൈക്ലോ ബ്യൂട്ടൈൻ നമ്മളവിടെ എന്താണ് റീപ്ലേസ് ചെയ്യുകയാണ്. ഓക്സാ സൈക്ലോ ഹെക്സ ഈ കോമ്പൗണ്ട് വരുമ്പോൾ എന്താണ്? ഓക്സാ സൈക്ലോ ഹെക്സ 2,5 ഡൈൻ. ആൻഡ് ഈ കോമ്പൗണ്ട് വരികയും ലാസ്റ്റ് കോമ്പൗണ്ടിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇതിന്റെ പൊസിഷൻ നമ്പർ 1 ഇതിൽ വരുന്നു, സൾഫർ വരുന്നു. 1 ടയ, 4 അസ. പൊസിഷൻ നമ്പർ 4 നൈട്രജൻ വരുന്നു. സോ 4 അസ സൈക്ലോ ഹെക്സ. റീസൈസ് എത്രയാണ്? ഹെക്സ. നമ്പർ 2 നമ്പർ 5 എന്ത് വരുന്നു? ഡബിൾ ബോൺസ് വരുന്നതുകൊണ്ട് തന്നെ 2,5 ഡൈൻ. സോ പിന്നെ കോമ്പൗണ്ട് ഹാസ് 3 കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ്. അതായത് ബെൻസീൻ ലൈക്ക് കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് നെയിംഡ് ബൈ റീപ്ലേസിംഗ് CH ഗ്രൂപ്പ്സ് വിത്ത് ഹെറ്ററോ ആറ്റംസ്. സോ ഈ കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ തന്നെ നെയിം ചെയ്യുന്നു? അസാ ബെൻസീൻ. നൈട്രജന്റെ പ്രിഫിക്സ് അസ ആയതുകൊണ്ട് തന്നെ അസാ ബെൻസീൻ. ഫോർ ദിസ് കോമ്പൗണ്ട് ഫോസ്ഫാ ബെൻസീൻ. ഫോസ്ഫ അതായത് ഹെറ്ററോ ആറ്റത്തിനെ ഡിനോട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ നെയിം ജനറേറ്റ് ചെയ്യുന്നത് ഫോസ്ഫാ ബെൻസീൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ട മെയിൻ ടോപ്പിക്കുകൾ. 4 നോമൻക്ലേച്ചർ സിസ്റ്റംസ് ആണ് നമ്മളിത് ഈ ടോപ്പിക്കിൽ യൂസ് ചെയ്യുന്നത്.